നമ്മൾ ഒഴിവാക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു ഒഴിവാക്കണമെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. ശരിക്കും ഒരു കാലത്ത് ദൈവദൂഷണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യ വലിയ ആശ്വാസവാക്കുകളാണ്. ഭാവന കൊണ്ട് ശത്രുവിനെ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ പറ്റുമെങ്കിൽ മെച്ചപ്പെട്ട ഭാവനകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോകത്തിൻ്റെ സൗഹൃദത്തെ നോക്കിക്കൂടാ? ലോകത്തെ ഈ ഭേദമുള്ള ഒരിടമാക്കി മാറ്റിക്കൂടാ? ഇനിയുള്ള കാലങ്ങളിൽ അറിവെന്ന് പറയുന്നത് ഈ പുതിയൊരു കാര്യം സമ്പാദിക്കുക ശേഖരിക്കുകയല്ല, പിന്നെ അറിഞ്ഞ കാര്യത്തെ തിരുത്തുക എന്നുള്ള ഡീലേണിംഗ് ആണ്. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ചിലപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എന്താണ് ഈ ക്രിസ്തീയ പരിസരത്തിൽ ദൈവദൂഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് എന്തും യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ എന്തായിരിക്കും ഈ ബ്ലാസ്ഫമി കൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു പോലും ആ ആരോപണത്തിന് മീതെ ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ താൻ ദൈവമകനാണെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ വസ്ത്രം കീറി അവനോട് റെസ്പോണ്ട് ചെയ്തു, റിയാക്ട് ചെയ്തു. ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു വാക്കാണ് ദൈവദൂഷണം. അത് നമുക്ക് യേശുവിനെ തീരെ പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പിടുത്തം കിട്ടുന്നുണ്ട്. അടുത്തിടെ ഒരു സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രം പറയുന്ന കണക്ക്, നമ്മുടെ യേശു അല്ലേ, നമുക്കറിയാവുന്ന യേശു അല്ലേ, നമുക്കറിയാവുന്ന യേശു എന്നൊരു യൗവനക്കാരൻ പറയുമ്പോഴേക്കും അത് എന്തുമാത്രം ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് സ്വഭാവമുള്ള ഒരു നാമത്തിൻ്റെ പേരായി യേശു. ഏത് രീതിയിൽ നിങ്ങൾക്ക് അവിടുത്തെ കാണാൻ പറ്റും? എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു അംശമുണ്ടാകും. ഓരോ ദേശക്കാരും ഇങ്ങനെ തങ്ങളുടെ ദേശക്കാരിൽ ഒരുവനാണെന്ന് യേശുവിനെ കണ്ടെത്തുന്നതിനകത്ത് ഒരു ഭംഗിയുള്ളൊരു വായനയുണ്ട്, യേശു വായനയുണ്ട്. ആരുടേതാണ് അവനല്ലാത്തത്? എല്ലാവരുടെയും എല്ലാം എന്നൊക്കെ ഒരു വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷമായിട്ടുണ്ട്. എന്ത് ഫലിതവും നിങ്ങൾക്ക് അവനുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ അത്രയും ഭംഗിയുള്ള ഒരു നാമത്തിൻ്റെ പേരായിട്ട് യേശു ഇനിയും ഘോഷിക്കപ്പെടേണ്ടതല്ലേ? ആർക്കും പറയാവുന്നൊരു നാമം, ആർക്കും കണ്ടെത്താവുന്ന, തങ്ങളുടെ പക്ഷത്താണെന്ന് പറയാവുന്നൊരു നാമം എല്ലാവർക്കുമുണ്ട്. അവല്ലേ എന്തോ ഒരംശം അതിനകത്തൊക്കെ ഇങ്ങനെ സത്യത്തിൻ്റെ ഒരു തുള്ളി കിടപ്പുണ്ട് താനും. അപ്പം ഇങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞു തീരാത്ത, പല എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കഥ എന്നൊക്കെ നമ്മളിടയ്ക്ക് പറയാറില്ല. ഇങ്ങനെ ഒരിക്കലും പറഞ്ഞു തീരാത്ത കഥയുടെ പേരാണ് യേശു. പല രീതിയിൽ നമുക്ക് യേശുവിനെ കാണാൻ പറ്റും. യേശുവിൻ്റെ കാലത്ത് തന്നെ യേശുവിൻ്റെ കാലം എങ്ങനെയാണ് കണ്ടത്? അങ്ങനെ പല രീതിയിലാണ്. അത് ദൈവദൂഷണമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പം മദ്യപാനികളുടെ സ്നേഹിതൻ എന്ന് പറയുന്നത് ആ പറഞ്ഞ കാലത്ത് ഒരു പക്ഷേ ദൈവദൂഷണത്തിൻ്റെ കഥയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്ന് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല വാക്കാത്. ഒരുപക്ഷെ ക്രിസ്തീയ പരിസരങ്ങളിൽ നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ സെക്കുലർ ഭാവനയിലൊക്കെ നടക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇങ്ങനെ മദ്യപിക്കപ്പെട്ടു പോകുന്നത്, അതിൻ്റെ പത്തോളജി പെട്ടുപോയ മനുഷ്യർക്ക് ഇങ്ങനെ കൂടെ പോകാനായിട്ട് മനുഷ്യരുണ്ടെന്ന് പറയുന്നത് എന്ത് നല്ല കാര്യമാണ്. ആണ് ദൈവദൂഷണമാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളാണ്. നമ്മൾ എന്തുമാത്രം ഈ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ്. നമ്മൾ ഒഴിവാക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു ഒഴിവാക്കണമെന്ന് നമ്മളങ്ങ് വിചാരിക്കുക, ധരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മദ്യപാനത്തെ രോഗാതുരതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ചികിത്സയൊക്കെ വരുന്നത്. ഒരാൾ മദ്യപിച്ചെന്ന് പറയുന്നത് അയാളുടെ എല്ലാത്തരം നന്മകളെയും റദ്ദാക്കാനുള്ള കാരണമായിട്ട് മാറും. ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സംഭവിച്ചതാ. നമുക്ക് രണ്ടുപേരും പറയുന്ന ഇങ്ങനെ ഓവർ ഹിയർ ചെയ്യാൻ പറ്റും, അയാൾ കുടിക്കുമായിരുന്നു. നമുക്കവിടെ ചെറുതായിട്ട് ആ വ്യക്തിയുമായിട്ടൊന്ന് കലമ്പടതായിട്ട് വന്നു. മദ്യപിച്ചു വന്നൊരു കാരണം കൊണ്ട് ഒരാളുടെ മരണം എങ്ങനെയാണ് നിസ്സാരമാവുന്നത്? അയാളുടെ ജീവിതം എങ്ങനെയാണ് റദ്ദാക്കപ്പെടുന്നത്? ഒരു കാലത്ത് ദൈവദൂഷണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യ വലിയ ആശ്വാസവാക്കുകളാണ്. ചുങ്കക്കാരുടെ സ്നേഹിതൻ, ഗണികകളുടെ സ്നേഹിതൻ, അങ്ങനെ സമൂഹം പുറമ്പോക്കുകളിലോട്ട് നൽകിയ മനുഷ്യർക്ക് സ്നേഹിതർ വേണ്ടേ? അല്ലെങ്കിൽ എന്തിനാണ് യേശു?
എനിക്ക് തോന്നുന്നു ഈ മുഴുവൻ ഭൂമിയുടെ ചരിത്രത്തിലും യേശു നിന്ന് നടത്തിയെന്ന് പറഞ്ഞ് ആരോപിക്കപ്പെട്ട മനുഷ്യരൊക്കെ അവരെ നോക്കിയിട്ടായിരിക്കും യേശു ഏറ്റവും ഹാർദവുമായിട്ട് ഏറ്റവും ഹൃദയാലുവോടുകൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഇതൊരു മറ്റൊരു സാധ്യത, മറ്റൊരു മെഡിറ്റേഷൻ്റെ ജാലകം കൂടി നിങ്ങൾ തുറന്നു തരിക. കാലത്ത് തന്നെ ഇതുമാത്രം രീതിയിലാണ് യേശു വിശേഷിപ്പിക്കപ്പെടുന്നത്. ദിവസം പഠിക്കുന്നവർ പറയുന്നത് ഇങ്ങനെ ഒരു 100-400ഓളം രീതിയിൽ യേശുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, പല രീതിയിൽ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ പശ്ചാത്തലത്തിലും. യേശു പോലും ചിലപ്പോൾ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണ്. ഇങ്ങനെ എന്താണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത്? കേസര ഫിലിപ്പിലൊക്കെ വെച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറയുന്ന ഉത്തരങ്ങൾ എല്ലാത്തിലും സത്യത്തിൻ്റെ ഒരു അംശം കിടപ്പുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ തെറ്റായ ഉത്തരങ്ങളൊന്നുമല്ല. അവർ പറഞ്ഞ എല്ലാ ഉത്തരങ്ങൾക്കകത്തും ഒരംശം കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ യേശുവിനെ ഏറ്റവും ആദ്യം അഡ്രസ്സ് ചെയ്യുന്നൊരു പദം നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ ഒരു മെഡിറ്റേഷനായിട്ട് എടുത്തത് നല്ലതാണ്. റാബി എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഹെബ്രായ പദമാണ്. ആ ഒരു ഹെബ്രായ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ വാക്കിന് ഇത്രയും മുഴക്കം കിട്ടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് അത്. റാബി, നിങ്ങൾ വസിക്കുന്നിടം ഞങ്ങൾക്ക് കാണിച്ചു തരിക. അങ്ങനെ കുറച്ച് പേര് ഗുരുവിനെ പിഞ്ചെല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്മുടെ ഗുരുകുലം കണക്കൊരു രീതിയൊക്കെ ആയിരുന്നു അക്കാലത്ത്. കാരണം എല്ലാ പുരാതന സംസ്കാരങ്ങളും പുലർത്തിയിരുന്നത് ആചാരനോടൊപ്പം പാർക്കുന്നതിനൊരു പൊതുവായൊരു കാലമൊക്കെ ഉണ്ട്. യേശുവിൻ്റെയൊക്കെ നാട്ടിൽ ആ കാലം എന്ന് പറയുന്നത് 14 വയസ്സിനും 24 വയസ്സിനും ഇടയിലാണെന്നോ അല്ലെങ്കിൽ 17 വയസ്സിനും 24 വയസ്സിനൊക്കെ ഇടയിലൊക്കെയാണെന്നൊക്കെ പരിഗണിക്കപ്പെടുന്നത്. ചെറുപ്പക്കാരാണ്. കുറെ ചെറുപ്പക്കാർ കൂടി ഇങ്ങനെ ഒരു ആചാരനെ തേടി വരിക, വസിക്കുന്നിടവിടെയാണ്. റാബി എന്നൊരു വിശേഷണം നിശ്ചയമായിട്ടും സുവിശേഷം അവന് വേണ്ടി കരുതി വെക്കുന്ന, കാലം അവന് വേണ്ടി കരുതി വെക്കുന്ന ഒന്നാണ് മാസ്റ്റർ. ആ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പൊതുവായ പദം ദിവസം അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നു റബോനി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം മൈ മാസ്റ്റർ എന്ന, എൻ്റെ ഗുരു. ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് മാത്രം യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസമോ പ്രകാശമോ ഈ പറഞ്ഞ ലോങ് റണ്ണിൽ ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. ഒരു ദിവസം എൻ്റെ ആചാരനായിട്ട് ഞാൻ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം റബോനി. അതുകൊണ്ടാണ് പൊതുവെ സുവിശേഷത്തെ ഇങ്ങനെ സംഗ്രഹിക്കുന്നവർ പറയാറുണ്ട്, റാബി എന്ന പദത്തിൽ നിന്ന് റബോനി എന്ന പദത്തിലേക്കുള്ളൊരു ചെറിയ സഞ്ചാരത്തിൻ്റെ പേരാണ് സുവിശേഷം, മൈ മാസ്റ്റർ. എന്നാലും നമുക്കറിയാം അക്കാലത്തെ റാബിമാരിൽ നിന്ന് ഇയാൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. സാമ്യം ഒത്തിരി ഉണ്ടാകും. പൊതുവെ പറയുന്ന ഈ റാബികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു 3 കാര്യങ്ങൾ, ഒരു 6-7 കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഒരു വിചിത്രത്തിന് വേണ്ടി ഒരു 3 കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്തുള്ള സാമ്യപ്പെടുത്തം കിട്ടും. എന്നിങ്ങനെ സ്വാഭാവികമായിട്ട് എപ്പോഴും ഈ ശിഷ്യർ കൂടെ ഉണ്ടാകും. അതിങ്ങനെ പൊതുവെ അവർ തന്നെ കണ്ടെത്തുന്നതാണ്. 2, ഇവരുടെ ഒരു ബോധന രീതിയിലൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരിക്കലും ഇങ്ങനെ തങ്ങളുടേതായ രീതിയിലൊന്നും പഠിപ്പിക്കാറില്ല. അക്കാലങ്ങളിൽ നിലവിലുള്ള വളരെയേറെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദരവും ഗ്രാവിറ്റിയും ഒക്കെ തോന്നുന്ന ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ കൈമാറുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. ഒരു മൗലികമായൊരു വിചാരത്തിൻ്റെ സാധ്യതകളൊന്നും അവിടെ തുറന്നു കിട്ടിയിട്ടില്ല. ഇന്ന ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലും നിങ്ങൾക്ക് ആ പരിസരത്ത് നടക്കുന്ന സംഭാഷണങ്ങളെ വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആചാര്യന്മാരുടെ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൗലികമായിട്ടൊന്നും ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ അവരുടെ ഒരു പെഡഗോജി ഉണ്ട്. കൂടുതലും കഥകൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്ന ചില രീതിയൊക്കെ ഉണ്ട്. ഇപ്പം നികുതി കൊടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. പള്ളിക്ക് നികുതി കൊടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒരു ഹാഫ് ഷെക്കൽ നാണയമാണ്, വളരെ ചെറിയൊരു നാണയമാണ്. അത് കയ്യിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ഈ 13 പേരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ടെമ്പിൾ ടാക്സ് കൊടുക്കേണ്ട നേരമായി. വലിയ ഓർത്താ ഭയങ്കരമായിട്ടുള്ള ബലിതം അത്. യേശു പള്ളിക്ക് കപ്പം കൊടുക്കുക എന്നുള്ളത്. ആ ബലിതം ഇങ്ങനെ കൃത്യമായിട്ട് പിടുത്തം കിട്ടിയ യേശുവിന് തന്നെ ആയിരിക്കും. എന്നിട്ടും അതിനു മീതെ തിരുത്താനോ വിമർശിക്കാനോ ഒന്നുമല്ല പോകുന്ന യേശു. പക്ഷെ അതിനകത്ത് ഒരു ഡിസ്കഷൻ ആരംഭിക്കുന്നുണ്ട്. കപ്പം കൊടുക്കേണ്ടത് ആരാണ്? ആ ചോദ്യം ശിഷ്യരിലേക്ക് വിടുകയാണ്. അപ്പോൾ അവർ പറയുന്നു കപ്പം കൊടുക്കേണ്ടത് ദാസന്മാരാണ്. അപ്പോൾ പറയുന്നത് പിന്നെ എന്തിനാണ് മക്കൾ കപ്പം കൊടുക്കേണ്ടി വരുന്നത്? ഇങ്ങനെ ഈ ഒരു ചോദ്യോത്തരം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇങ്ങനെ
ഒരു ഇൻഫർമേഷൻ വെറുതെ പാസ് ചെയ്യാന്നുള്ളതല്ല, അതിങ്ങനെ അവരെ ട്രിഗർ ചെയ്തിട്ട് ചില ഉത്തരങ്ങളിലേക്ക് എത്തുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും അക്കാലങ്ങളിലെ റബ്ബാനിക് പാരമ്പര്യത്തിലുണ്ടായിരുന്ന മിക്കവാറും സാമ്യതകളൊക്കെ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സാമ്യതകൾ കൊണ്ട് ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ യേശു. അതുകൊണ്ടാണ് നമ്മളയാൾ യേശു എന്ന് വിളിക്കുന്നത്. അതിന് മീതെ അതിങ്ങനെ ആൾക്കൂട്ടം പറയുന്നുണ്ട്, നമുക്ക് പരിചയമുള്ള റാബികളെ കണക്കല്ല ഇയാളിങ്ങനെ അധികാരമുള്ളവനെ കണക്ക് സംസാരിക്കുന്ന പറയുന്നത്. ആ അധികാരം എന്ന് പറഞ്ഞൊരു വാക്ക് യേശുവിൻ്റെ ഈ ഒരു റാബി പരിവേഷത്തെ ഇങ്ങനെ കാതങ്ങളോളം അകലെയാക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ച കണക്ക് അതിനു മുമ്പ് വരെ പഠിപ്പിച്ച മനുഷ്യർക്ക് അധികാരമില്ലായിരുന്നു. അവരിങ്ങനെ ഒരു റിലേ മത്സരത്തിൽ ഒരു ബാറ്റും കൈമാറുന്ന കണക്ക് നിങ്ങൾക്ക് ലഭിച്ച അറിവ് ഇങ്ങനെ കൈമാറുക മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് ഒരു അധികാരസ്വരം ആരംഭിക്കുകയാണ്. അവർ തീരെ ഉപയോഗിക്കാത്തൊരു വാക്കായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് നിന്നാചാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ള. അതിനു മുമ്പുള്ള മിക്കവാറും എല്ലാ അറിവുകളെയും യേശു ഇങ്ങനെ അൺലേൺ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ പുതിയ കാലത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഡീലേണിംഗ് എന്ന് പറയും. പലതരം അറിവുകൾ വന്നിട്ട് വലിയ അഴുക്ക് കുമ്പാരമായിട്ട് ഉള്ളിൽ കടന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മുടെ സങ്കല്പം. അതിനകത്തൊക്കെ സംഭവിക്കേണ്ടത് ഡീലേണിംഗ് ആണ്. ഒരു വീടിനകത്ത് നിങ്ങൾക്ക് 2 കുട്ടികൾ ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിയും മറ്റേ ആൺകുട്ടിയും, ഇപ്പം കാര്യങ്ങൾക്ക് മെച്ചപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു പഴയ ഉദാഹരണം പറയുകയാണ്. ആൺകുട്ടി എന്ത് ചെയ്യണമെന്ന് കരുതുന്നൊരു ജോലിയുണ്ട്, പെൺകുട്ടി എന്ത് ചെയ്യണമെന്ന് കരുതുന്നൊരു ജോലിയുണ്ട്. ഇത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണ്ടി ദൈവം നിശ്ചയിച്ച കാര്യങ്ങളല്ല. നിങ്ങളുടെ ബോധത്തിൽ അടിഞ്ഞിട്ടുള്ള ചില ആണെന്ന് പറഞ്ഞ ചില ബോധത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നൊരു വാക്കാണ്, ഇനിയുള്ള കാലങ്ങളിൽ അറിവെന്ന് പറയുന്നത് ഈ പുതിയൊരു കാര്യം സമ്പാദിക്കുകയോ ശേഖരിക്കുകയല്ല, പിന്നെ അറിഞ്ഞ കാര്യത്തെ തിരുത്തുക എന്നുള്ള ഡീലേണിംഗ്. ഈ ഡീലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയായിരുന്നു യേശുവിൻ്റെ ബോധന രീതി. എല്ലാം ഇങ്ങനെ തിരുത്തിയേ, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അധികാരമുള്ളവനെ കണക്ക് സംസാരിക്കും. ഇതിനേക്കാളൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, പൊതുവെ ആചാര്യന്മാരിങ്ങനെ ആരെയും പോയി കണ്ടെത്തിയിട്ടില്ല. അവരെ തേടി ഇങ്ങനെ വിദ്യാർത്ഥികൾ വരികയാണ്, ഉപാസകർ വരികയാണ്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ആരംഭത്തിൽ യേശുവിനെ അന്വേഷിച്ച് വരുന്ന കഥയൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ വരുമ്പോഴേക്കും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് യേശു ഇവരെ കണ്ടെത്തുന്നത്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പുലരിയിൽ അവൻ കണ്ടെത്തിയ ചോസൻ. ഇത് പുതിയൊരു വാക്കാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത, നിങ്ങൾ എന്നെയല്ല. അവിടെ തൊട്ട് ഈ പറഞ്ഞ ഇത്രയും കാലമുള്ള ആ ഒരു ബോധന സങ്കല്പങ്ങൾ ഇങ്ങനെ കീഴ്മേൽ മറിയുകയാണ്. അറിവ് തേടി ആചാര്യനെ തേടി പോകുന്ന കാലം മാറിയിട്ട് ആചാര്യൻ നിങ്ങളെ തേടി വരിക. അത് പിന്നീട് യേശുവിൻ്റെ എല്ലാ സംഭാഷണങ്ങളിലും കഥകൾക്കകത്തും ഈ പറഞ്ഞ ഈ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട്. നിങ്ങൾ തേടിപ്പോവുക, നിങ്ങൾ കണ്ടെത്തുക. വസ്തുത്തിൽ ക്രിസ്ത്യാനിറ്റി പിന്നീട് പറയുന്ന ഒരു ദൈവസങ്കല്പം പോലെ ഇതിന് മീതിയാണ്. അത് നമുക്ക് പരിചയമുള്ള, നമ്മളൊക്കെ വളരെയേറെ ആഴപ്പെട്ടിട്ടുള്ള ഒരു ധർമ്മസങ്കല്പത്തിനകത്ത് മനുഷ്യന് ദൈവത്തെ തേടിപ്പോവുക. ചെറിയ പ്രായം തൊട്ട് നമ്മളതിനകത്തൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥയാണ് ഇങ്ങനെ ദൈവത്തെ തേടി പോകുന്ന മനുഷ്യർ. അങ്ങനെ പല കഥകൾ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഒക്കെ ഓർമ്മകളിൽ കിടപ്പുണ്ട്. ഇപ്പോഴും അത് ബോധത്തിൽ ഇങ്ങനെ വലിയ പ്രകാശമായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ പൊതുവെ ഈ ഒരു പുതിയ ധർമ്മത്തിൻ്റെ, ഈ പുതിയ നിയമത്തിൻ്റെ ഒരു ഒരു രീതി എന്ന് ദിശ എന്ന് പറയുന്നത് ഇങ്ങനെ ദൈവം തേടി പോവുകയാണ്. അതിങ്ങനെ ടു ദി എക്സ്റ്റെൻറ്റ് നിങ്ങൾ എന്തുമാത്രം മാറി നടക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ തേടി വരും. അങ്ങനെയാണ് പ്രശസ്തമായൊരു കവിതയൊക്കെ ഉണ്ടാകുന്നത്, ഹോണ്ട് ഓഫ് ഹെവൻ. അങ്ങനെ സ്വർഗത്തിൻ്റെ വേട്ടപ്പെട്ടി. നിങ്ങളതിനകത്ത് നിന്ന് എന്തുമാത്രം മുയൽക്കുഞ്ഞിനെ കണക്ക് എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി രക്ഷപ്പെട്ടാൻ ശ്രമിച്ചാലും തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു എന്ത് ചെയ്യുന്നുണ്ട്, കഥപ്പോടുകൂടി ആ സ്വർഗത്തിലെ വേട്ടപ്പെട്ട് വരുമെന്നാണ് പറയുന്നത്. എല്ലാം ഒന്ന് കീഴ്മേൽ മറിയുകയാണ്. നമ്മൾ പറയുന്ന കണക്ക് ഇങ്ങനെ ഒരു റിവേഴ്സ് ലേണിങ്ങും ഒരു റിവേഴ്സ് ഐഡന്റിറ്റിയൊക്കെ സംഭവിക്കുന്ന പുതിയൊരു ബോധം രീതി. അതുകൊണ്ടായിരിക്കണം 2000 വർഷങ്ങൾ ഇപ്പുറം പോലും ഒരു ബോധന രീതിയെക്കുറിച്ച് പറയുമ്പോൾ, അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ഒരു റെഫറൻസ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ കാലത്ത് സംഭവിച്ചിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ നോർത്തെടുത്താൽ നല്ലതാണ്. ഈ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒരു
ക്ലാസിക് വർക്കായിട്ട് നമ്മൾ കരുതുന്നത് 18-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളൊരു വർക്കാണ്. എമിൽ സ്വിസ് ജ്ഞാനചിന്തകനായ റൂസോയുടെ വർക്കാണ്. എനിക്ക് 5 വയസ്സുള്ള കുട്ടിയെ തരൂ, ഞാൻ അവനിങ്ങനെ സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റാമെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ധൈര്യം, എമിൽ എന്ന് പറയുന്ന അതിൻ്റെ അകത്തൊരു കഥാപാത്രത്തിലൂടെ ഈ മനുഷ്യൻ ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾക്കകത്ത് അധ്യാപകരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരുമ്പോൾ നമ്മുടെ റെഫറൻസ് ആ പുസ്തകം തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ കുറേ കൂടി മുമ്പോട്ട് പോകുന്നു. ഏകദേശം നമ്മുടെയൊക്കെ ഒരു കാലം വരുമ്പോൾ ഒരു ചിന്തകനുണ്ട്, അയാളുടെ പേര് പൗലോ ഫ്രയർ എന്നാണ് പറയുന്നത്. ബ്രസീലിയൻ ചിന്തകനാണ്. അയാൾക്കൊരു പ്രോലറ്റേറിയൻ പശ്ചാത്തലമുണ്ട്. ഈ കൂലിപ്പണിക്കാരുടെയും അലയുന്നവരുടെയും ഈ വിളിമ്പിൽ ജീവിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അയാളൊരു നമ്മുടെ കാലത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്ലാസിക് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ പേര് ഇങ്ങനെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്നാണ്, മർദ്ദിതൻ്റെ ബോധനശാസ്ത്രം. അത് വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ചിന്തയായിട്ട് നമ്മൾ കരുതുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ വിത്തുകൾ ഇയാൾ ജീവിച്ചിരുന്ന ഈ ബ്രസീലിയൻ പാരമ്പര്യത്തിലെ ക്രിസ്തുബോധത്തിൽ നിന്നാണ് ലഭിക്കുന്നതൊക്കെയുള്ളതാണ് അതിൻ്റെ വീണ്ടും വായനയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. സ്വാഭാവികമായിട്ടൊരു ക്രിസ്ത്യൻ കൺസെപ്റ്റുള്ള ഒരു രാജ്യമാണ്. ഞാൻ ക്രിസ്തു മതത്തെക്കുറിച്ചല്ല പറയാനായിട്ട് വിചാരിക്കുന്നത്. ഞാൻ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോഴേക്കും ഓഫ് ദ ക്രൈസ്റ്റ്, അല്ലെ ഓഫ് ക്രൈസ്റ്റ്. അപ്പം അത്തരം ഒരു ബോധത്തിനകത്തുനിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു പുതിയ രീതിയിൽ വിദ്യാഭ്യാസത്തെ കാണുന്ന ഒന്നിൻ്റെ പേരാണ് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന് പറയുന്ന സംഭവം. അവിടെ ഇങ്ങനെ അറിവിന് വേറൊരു തരം അപ്രോച്ചാണ്. അതിന് മുമ്പ് ഒരു അറിവെന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് കുട്ടി പിറക്കുന്ന ഇങ്ങനെ തബ്ലാരാസ എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്. ഇങ്ങനെ ക്ലീൻ സ്ലേറ്റാണ്. സ്ലേറ്റൊക്കെ ഉപയോഗിച്ച് നമുക്കത് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ മഷി തണ്ടുകൊണ്ടൊക്കെ നമ്മളതിങ്ങനെ തുടച്ച് കഴിയുമ്പോഴേക്കും കിട്ടുന്ന ആ ഒരു സ്ലേറ്റിൻ്റെ പേരാണ് തബ്ലാരാസ. ആ ക്ലീൻ സ്ലേറ്റിലോട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്, വിശേഷം അധ്യാപകർക്കുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതുന്ന ഒരു രീതിയൊക്കെ ആയിട്ടാണ് അതൊരു വിദ്യാഭ്യാസം കണക്കാക്കിക്കൊണ്ടിരുന്നത്. ബാങ്കിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ നിഷ്ക്രിയമായിട്ട് ഇരുന്നാൽ മാത്രം മതി, നമ്മളിലേക്ക് ആരെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തോളും. സ്വാഭാവികമായിട്ട് ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ പേര് അധ്യാപകൻ എന്നാണ്. അതൊരു തരം ഇങ്ങനെ ഈ പറയുന്ന കണക്ക് ഈ വെർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ വരും. സ്വാഭാവികമായിട്ട് ആ ക്ലാസ് മുറിയുടെയൊക്കെ ഒരു രീതി തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ക്ലാസ് റൂമൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട ഒരു ഇടത്തിൽ അധ്യാപകൻ നിൽക്കുന്നു, നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഈ മുൻനിരക്കാരും പിൻനിരക്കാരും ഉണ്ടാവുന്നു. പഠിക്കാൻ വരുന്ന കുട്ടികൾ മുൻനിര വരുന്നു. നിങ്ങളിത് അറിവിങ്ങനെ കൈമാറുകയാണ്. എന്നാൽ ഈ പറഞ്ഞ ഒരു രീതിക്കകത്ത് നമ്മൾ പറയുന്നത് ഇത് തിരശ്ചീനം എന്ന് പറയുന്ന സംഭവം, ഹൊറിസോണ്ടല്ല. ഈ കുട്ടി അത്ര ക്ലീൻ സ്ലേറ്റുമായിട്ടല്ല പറക്കുന്നത്. കുട്ടിക്ക് മീതെ സ്വാധീനിക്കാൻ പറ്റുന്ന, കുട്ടിക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന, കുട്ടി ഓൾറെഡി കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങൾ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ അധ്യാപകനും വിദ്യാർത്ഥിക്കും ഇങ്ങനെ കൈകോർത്ത് മുമ്പോട്ട് പോകേണ്ട ബാധ്യത വരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിയെ മാത്രമല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഈ വിദ്യാർത്ഥിക്കകത്തുനിന്ന് അധ്യാപനം ഉള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരുന്നു. ബ്രസീലിലൊക്കെ ഇങ്ങനെ മനുഷ്യരെ അക്ഷരം പഠിപ്പിച്ചൊരു പശ്ചാത്തലം പൗലോ ഫ്രയറിനുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ 2 ചെറിയ പദങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വ്യത്യാസം. ഇങ്ങനെ അറിവ് കൊടുക്കാം, ഇങ്ങനെ അറിവ് കൊടുക്കാം. ഇങ്ങനെ അറിവ് കൊടുത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഓർമ്മിക്കേണ്ട ആദ്യത്തെ നാമത്തിലൊന്ന് യേശു. ഇങ്ങനെയായിരുന്നു അറിവുകൾ. അധ്യാപനം എന്ന് പറയുന്നത് ഇങ്ങനെ അക്കമ്പനിമെൻ്റ് ആയിട്ട് കണക്കാക്കി. സ്പിനോസയൊക്കെ ഇങ്ങനെ 3 ചുവടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിങ്ങനെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ഒന്നാണ്, ബൈ ഇമാജിനേഷൻ. 2 ബൈ റീസണിങ്. 3 ബൈ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് 3ഉം നിങ്ങൾക്കൊരു ടൂളായിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ ബോധന രീതി, യേശു എങ്ങനെയാണ് ചില സങ്കല്പങ്ങൾ കൈമാറി എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡിവിഷൻ കിട്ടും. ഒന്നിങ്ങനെ ഇമാജിനേഷനാണ്. വാസ്തവത്തിൽ ഈ പറയുന്ന ജീവിതം മുമ്പോട്ട് പോകുന്നത് തന്നെ ഭാവനയിലാണ്. ചിലപ്പോൾ നമുക്ക് സംശയം വരും, എന്താണ് റിയലായ ലൈഫ്? നമ്മൾ സങ്കല്പിക്കുന്നതാണോ ശരിക്കും നമ്മൾ ജീവിക്കുന്ന കരുതുന്നതാണോ? ആ പഴയ ബുദ്ധപാരമ്പര്യങ്ങളൊക്കെ ഒരു കഥക്ക് ഭയങ്കരമായ പ്രസക്തി കിട്ടുന്ന ഒരു തരം ഇമാജിനേഷൻ ഉണ്ട്. അതിങ്ങനെയാണ് ഒരു ദിവസം ഒരു സന്യാസി ഞെട്ടി ഉണരുമ്പോൾ അയാൾ വാവിട്ട് കരയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നു, സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി.
സന്തോഷമുള്ള കാര്യമല്ലേ? എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നത്? അല്ല, ഇപ്പം എൻ്റെ പ്രശ്നം ഞാൻ പൂമ്പാറ്റി സ്വപ്നം കാണുന്ന, പൂമ്പാറ്റി എന്നെ സ്വപ്നം കാണുന്നു. യേശു പറയുന്ന കാര്യങ്ങൾ, ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഭാവനാലോകമാണ്. ആ ഭാവനാലോകം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ആഴപ്പെടുത്താൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കഷ്ടരാത്രിയുടെ തലേന്ന് യേശു എന്തിനാണ് ഈ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് പോകുന്നത്? ആ തോട്ടം അതിനു വേണ്ടിയുള്ളൊരു ഇടമല്ലല്ലോ. രാത്രി മുഴുവൻ ഭയന്നിരിക്കേണ്ട മനുഷ്യരെന്തിനാ തോട്ടത്തിലേക്ക് പോകുന്നത്? അതിങ്ങനെ തൻ്റേതല്ലാത്തൊരു തോട്ടം എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സുവിശേഷം ശ്രദ്ധിക്കുന്നുണ്ട്. ആരുടെ ഒരു തോട്ടം? അതൊരു ഭാവനയാണ്. ജീവിതത്തിലെ അനവധിയായ പ്രശ്നങ്ങൾക്ക് മനുഷ്യന് ഈ ഭാവന കൊണ്ട് പരിഹാരമുണ്ട്. കാരണം ഭാവന നമ്മുടെ ജീവിതത്തെ ഇത്തരം ബുദ്ധിമുട്ടിലാക്കുന്നു. ഇപ്പോൾ ഭയങ്കരമായ രീതിയിലൊക്കെ ഇതര വിദ്വേഷങ്ങൾ നമ്മുടെ ദേശത്തൊക്കെ പടർന്നു പരക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ എങ്ങനെ ഭാവന കൊള്ളിയാണ്. ഭാവന കൊണ്ട് ശത്രുവിനെ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ പറ്റുമെങ്കിൽ മെച്ചപ്പെട്ട ഭാവനകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോകത്തിൻ്റെ സൗഹൃദത്തെ ഉണർത്തിക്കൂടാ? ലോകത്തെ ഈ ഭേദമുള്ള ഒരിടമാക്കി മാറ്റിക്കൂടാ? രണ്ട്, സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ബൈ റീസൺ, ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല, ഇതിന് റീസണുണ്ട്. ആ റീസൺ വളരെ അളവിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അവിടെ നമ്മൾ ഈ സയൻറ്റിഫിക് ആവെന്ന് പറയുന്നത്. ഇപ്പോൾ ഗുരുവിനെ കുറിച്ച് പറയുന്ന കണക്ക്, നാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്ന കണക്കാണ്, സന്യാസികൾക്കിടയിൽ യുക്തിവാദിയായിരുന്നു അദ്ദേഹം, യുക്തിവാദികൾക്കിടയിൽ സന്യാസിയുമായിരുന്നു. ഒരു നിലനിൽപ്പ്, അങ്ങനെ നിലനിൽപ്പ് സാധ്യമുണ്ട്. വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും തരത്തിൽ സയൻറ്റിഫിക് അല്ലാത്തൊരു കാര്യമൊക്കെ ആയിട്ട് നിങ്ങൾ വെറുതെ ധരിച്ചിരിക്കുക. അതിൽ ഏറ്റവും സയൻറ്റിഫിക്കായ കാര്യമായിട്ട് ഒരു വീണ്ടും വിചാരത്തിൽ നിങ്ങൾക്ക് ഇതിന് പിടുത്തം കിട്ടും. മൂന്നാമതായിട്ട് ഈ പറഞ്ഞ കണക്ക് ഇൻഡ്യൂഷൻ, എവിടെ നിന്നൊരു പ്രകാശം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സദാ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ജ്ഞാനത്തിലാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന മുഹൂർത്തം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ പുഴയിൽ മുങ്ങി എണീറ്റ് കഴിയുമ്പോഴേക്കും ആ ജ്ഞാനത്തിൻ്റെയൊക്കെ അടയാളമായ പരിശുദ്ധാത്മാവ് അയാളെ പൊതിഞ്ഞു. അറിവിലേക്കുള്ള ഈ സഞ്ചാരത്തിൽ നിങ്ങളുടെ ഭാവനയും നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ യാഥാർത്ഥ്യബോധവും നിങ്ങൾക്ക് മീതെ വീശുന്ന അരിവിടെ കാറ്റിന് സഹായിക്കട്ടെ. എവിടെയൊക്കെ ശരിയായൊരു ബോധന രീതിയെക്കുറിച്ച് മനുഷ്യർ സംസാരിച്ചു തുടങ്ങുമ്പോഴും നമുക്ക് അയാളെ ഓർമ്മിക്കാതിരിക്കാനാവില്ല. റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.